ഇത് 2017 സെൻട്രൽ ഗവൺമെന്റ് തന്നൊരു ഓഫറാണ് എയിംസിന്റെ. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്ത് തകർക്കാനാകാത്ത വിശ്വാസം. പക്ഷേ ഇതുവരെ ലാൻഡ് ആക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെയാണ് എയിംസ് കൊണ്ടുവരാൻ കഴിയുക? പിന്നെ മറ്റൊരു കാര്യം, ഇതിനെക്കുറിച്ച് താങ്കൾ ചോദിച്ചല്ലോ. ഒരു 3-4 ആഴ്ച മുമ്പ് എന്റെ ഇന്റർവെൻഷൻ BJP കേരളം ഇന്റർവെൻ ചെയ്തിട്ട് കൊല്ലത്തിന്റെ ESI ഹോസ്പിറ്റലിന് 550 കോടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് അതിനൊരു മോഡേൺ ടീച്ചിങ് കം റിസർച്ച് കോളേജ് ആക്കാൻ ഒരു പ്രപ്പോസൽ കൊടുത്തപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചില്ല. അപ്പോൾ ഈ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എല്ലാം നല്ല ചോദ്യങ്ങളാണ്. അത് ചോദിക്കേണ്ടത് കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച് എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത് ഭരിച്ച ഒരു സർക്കാരോടാണ് ചോദിക്കേണ്ടത്. അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു എല്ലാവരോടും. എന്നെ വിളിച്ചല്ലോ, എത്രയോ പേര് വിളിച്ചു. FCRA കുറിച്ച് പ്രചരണം നടക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്, കേരള കോൺഗ്രസ് മാണി പറയുന്നുണ്ട്. അതിൽ എന്താണ് സത്യം എല്ലാം ചോദിച്ചു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, ഇനിയിപ്പോ പാസ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലെജിസ്ലേഷൻ ഈ സർക്കാർ പാസ് ചെയ്യില്ല, നരേന്ദ്രമോദിജി സർക്കാർ. അതെല്ലാം ആ ആശങ്ക ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രമേ ആ ബില്ല് പാസ് ചെയ്യുള്ളൂ. അല്ല, അതിലൊന്നുമില്ല. ഞാൻ അത് വായിച്ചു പഠിച്ചതാണല്ലോ. ഞാൻ പറഞ്ഞു, അത് ശ്രമിച്ചു. പക്ഷെ ഇങ്ങനെ ഇലക്ഷന്റെ 10 ദിവസം മുമ്പേ ഒരു പ്രചരണം നടക്കുമ്പോൾ നോക്കൂ, 5-6 ദിവസം മുമ്പേ ഡീലിന്റെ പ്രചരണം നടന്നില്ലേ? അതിങ്ങനെ ഒരു ഡെലിബറേറ്റ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്യല്ലേ, എങ്ങനെയെങ്കിലും ഈ വികസനം എന്ന ഒരു ഇഷ്യൂ ഒന്ന് ശ്രദ്ധ തിരിക്കാൻ. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു, ഇത് പാസ് ചെയ്യണ്ട, ഇപ്പൊ പാസ് ചെയ്തിട്ട് കാര്യമില്ല. ഇവരിങ്ങനെ ഒരു പ്രചരണം നടത്തും, ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തിയിട്ട് പിന്നെ പാസ് ചെയ്യാം. അപ്പോൾ ഗവൺമെന്റ് ശ്രമിച്ചു. ഇല്ല, അവർക്ക് ആശങ്ക ഉണ്ടെങ്കിൽ അതിനെ ക്ലാരിഫൈ ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിനെ കുറിച്ച് അത് ചെയ്യാൻ തയ്യാറാണ്. അത് ഞങ്ങൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ ഉണ്ടല്ലോ, കിരൺ റിജിജു. അദ്ദേഹം വന്ന് സംസാരിക്കും, അല്ലെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കും. ആര് പറഞ്ഞു ചർച്ച? അല്ല, ഒരു കാര്യം, ഒരു മിനിറ്റ്. ഇതിനെ കുറിച്ച് ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? കുറെ പരിശ്രമിച്ചിട്ടുണ്ടാക്കിയ ഡോക്യുമെന്റ് ആണ്. ഇതിനെ കുറിച്ച് ആദ്യം ചോദിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതെ, അത് ശരിയാണ്. ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അത് CPM-നും കോൺഗ്രസിനും സാധിക്കില്ല, ഞങ്ങൾ സാധിക്കും. കാരണം ഞങ്ങളുടെ ഒരു ഇക്കണോമിക് ഗ്രോത്തിന്റെ ഒരു വിഷനും ഉണ്ട്. ഇത് ഗ്യാരണ്ടി മാത്രമല്ലല്ലോ, ഇതാണല്ലോ വ്യത്യാസം. ഈ ഒരു വ്യാജ ഗ്യാരണ്ടി മുമ്പോട്ട് വെക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടി അവരോട് ചോദിക്കണം. ഇന്ന് KSRTC-യിൽ സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ KSRTC-ന്റെ ഫ്ലീറ്റ് എക്സ്പാൻഷൻ, ഇന്നിപ്പോ KSRTC-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുപോലെ ഞങ്ങളിത് പറഞ്ഞ എന്താ, 5 ഫൗണ്ടേഷണൽ പില്ലേഴ്സ്: ഇൻവെസ്റ്റ്മെന്റ്, ഇക്കണോമിക് ഗ്രോത്ത്, എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി. എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ക്ഷേമം അല്ലെങ്കിൽ ഇങ്ങനത്തെ ബെനിഫിറ്റ്. ഇക്കണോമിക് എക്സ്പാൻഷൻ ഇല്ലെങ്കിൽ അത് നടക്കില്ല. ഗവൺമെന്റ് ഇതിപ്പോ ചോദിച്ചല്ലോ, കടം എങ്ങനെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൂടുതൽ എടുക്കുന്നത്? അത് കാരണം ഗവൺമെന്റിന് റവന്യൂ വർദ്ധിക്കുന്നു, കൂടുതലാവുന്നു, ഇക്കണോമിക് ഗ്രോത്ത് വരുന്നു, ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ആവുന്നു, ടാക്സ് റവന്യൂസ് കൂടുന്നു. ഇതെല്ലാം വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് ഇക്കണോമിക്സ് ഒന്നുമല്ല, ഒരു ബേസിക് ഇക്കണോമിക്സ് ആണ്. ഒരു ഇക്കോണമി വർദ്ധിച്ചില്ലെങ്കിൽ ഗവൺമെന്റിന്റെ റവന്യൂ കൂടുതലാവില്ല.
റവന്യൂവിന്റെ ഗവൺമെന്റ് റവന്യൂ കൂടുതലായാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് നടന്നില്ലെങ്കിൽ, ഇത് ചെയ്യണമെങ്കിൽ കടം വാങ്ങിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് കേരളത്തിൽ നടക്കുന്നത്. കടം വഴി ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. കാരണം ആ കടം നിങ്ങൾക്ക് റീപേ ചെയ്യണം. അതാണ് ഇപ്പൊ 92.5% ഡെറ്റ് സർവീസ് പെൻഷൻ അതിന്റെ ആ സ്ഥിതിയാണല്ലോ നമ്മളിപ്പോ ഇപ്പോഴത്തെ സ്ഥിതി. അത് മാറ്റണമെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് വരണം. സാറേ, അതല്ലേ ഞാൻ പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് റെവല്യൂഷൻ ആൻഡ് പേയിങ് ഡൗൺ ഡെറ്റ്. ഇത് ഒന്ന് വായിക്കണം പ്ലീസ്, ഒന്ന് മൈ റിക്വസ്റ്റ്. ഇന്ന് അത് വായിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ എം റെഡി ടു ഡിസ്കസ്. ഓ, ഓക്കെ ഓക്കെ. അത് അല്ല, അങ്ങനെ സാറ് ഇക്കണോമിക് എന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ സാരല്ല. അങ്ങനെ അല്ല കോട്ടിങ്, യു ആർ നോട്ട് കോട്ടിങ് എനി ഫാക്ട്. The fact is today 92.5% of the revenues of the government of Kerala go to service debt and pensions. That is why they are not able to invest anything. If you are not able to invest anything, you cannot create economic activity. Adana bottom line. ഇനിയിപ്പോ ആ കണക്ക് ഇവിടുന്ന് തുടങ്ങാണോ അവിടുന്ന് തുടങ്ങാണോ അത് നിങ്ങളുടെ ഓപ്ഷൻ. ഫാക്ട് ഇസ് കേരളത്തിന്റെ ഇക്കോണമി ഈസ് ബേർഡൻ ബൈ ഇറ്റ്സ് ഡെറ്റ്. അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ 1-to-1 ഇരുന്നിട്ട് സംസാരിക്കാം. ഓ, പറയൂ. എനിക്ക് പ്രധാനപ്പെട്ട ഞാനത് പ്രധാനപ്പെട്ട കാരണമൊന്നും ഞാൻ ആ ടൈറ്റിൽ എടുക്കാൻ പോകുന്നില്ല. ഞങ്ങൾ സംസാരിച്ചു, ഞാൻ ഹോം മിനിസ്റ്ററോടും മിന്നാന്ന് സംസാരിച്ചു. അദ്ദേഹം ഈ FCRA ബില്ലിനെ കുറിച്ച് എനിക്ക് എക്സ്പ്ലനേഷൻ തന്നു. ഞാൻ എന്നെ വിളിച്ച എല്ലാവരോടും ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ടും ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തു. ഇതിന്റെ ഈ ആശങ്കയും ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ഈ ബില്ല് പാസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞങ്ങളുടെ ഒരു അഭിപ്രായമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണോ, സെക്കൻഡ് ഫാക്ടറാണോ, തേർഡ് ഫാക്ടറാണോ എന്ന് എനിക്കറിയില്ല. അത് അവിടെ ചോദിക്കേണ്ടി വരും. അതല്ല, നോക്കൂ, ഇനിയിപ്പോ PC ജോർജിന്റെ സ്റ്റേറ്റ്മെന്റ് PC ജോർജിനോട് ചോദിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം ഞാൻ പറയണ, ഒരു മറ്റൊരു പോയിന്റ്, FCRA എന്ന് പറഞ്ഞത് ഒരു സമുദായത്തിനെ ബാധിക്കുന്നതോ ഒരു സമുദായത്തിന് വേണ്ടിയിട്ടല്ലോ ആ ബില്ല്. പിന്നെ എന്തിനാണ് നിങ്ങളൊരു മൈനോറിറ്റി എന്ന് പറഞ്ഞു നടക്കുന്നത്? FCRA ഹിന്ദു ടെമ്പിൾസിന് അല്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞല്ലോ. അവര് വാർത്താ സമ്മേളനം നടത്തി, അവര് പറഞ്ഞു ഒരു ആശങ്കയുണ്ട്, അത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ബില്ല് പാസ്സായില്ല. അതല്ല, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വലിയ ഹിസ്റ്ററി സ്റ്റുഡന്റ് ഒന്നുമല്ല. എനിക്കിപ്പോ ഇന്നലെ നടന്ന കാര്യങ്ങൾ ഞാൻ അതിനെ കുറിച്ച് പറയുന്നു. അത് പറയുന്ന ആൾക്കാരോട് ചോദിക്കണം. അല്ല, FCRA വഴി മിസ്യൂസ് നടക്കുന്നുണ്ട് എന്ന് അപ്പൊ അതിലൊരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ല. അത് ആരാണ് ചെയ്യുന്നത് എനിക്ക് അതിന്റെ ഇൻഫർമേഷൻ ഡേറ്റ ഒന്നുമില്ല. മണി ലോണ്ടറിങ് ഒരു വലിയ ഇഷ്യൂ ആണ്. അത് ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിൽ വലിയ ഇഷ്യൂ ആണ്. അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. അതിനുവേണ്ടി ചില റിഫോംസ് കൊണ്ടുവരുന്നു. അതിന് ചിലവർ അതിനൊരു പ്രചരണം നടത്തുമ്പോൾ ഓക്കെ, ആശങ്കയുണ്ട്. ആശങ്ക നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പാസ് ചെയ്താൽ മതി. ഇനി എന്ത് നടന്നു 3 കൊല്ലം മുമ്പേ, 4 കൊല്ലം മുമ്പേ, 10 കൊല്ലം മുമ്പേ എന്ന് ഞാൻ പറഞ്ഞു നടക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് താല്പര്യമില്ല. ഇത് നിങ്ങൾ ചെയ്തോളൂ. അല്ല, അതല്ല ആശങ്ക. അത് ആശങ്കയാണ്. അത് ഞാൻ സമ്മതിച്ചല്ലോ. അവര് എന്നോടല്ല വിളിച്ചു പറഞ്ഞേ, ഞാൻ പറഞ്ഞല്ലേ. എന്നെ വിളിച്ച് എനിക്ക് മെസ്സേജ്, എനിക്ക് ലെറ്റർ എല്ലാം തന്നല്ലോ. ഇനി ഞങ്ങൾക്കൊരു ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വറി ഉണ്ട്, അത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞാൻ ഫോണിൽ സംസാരിച്ചു. ഇനിയിപ്പോ എനിക്ക് എവിടെയും പോകാൻ സമയമൊന്നുമില്ല.
കാരണം ഞാൻ സ്ഥാനാർത്ഥിയല്ലേ. അപ്പം ഞാൻ വിളിച്ചു, സീനിയർ ലീഡേഴ്സിനെല്ലാം വിളിച്ചു, ഞാൻ വിളിച്ചു, പൊളിറ്റിക്കൽ ലീഡേഴ്സ് വിളിച്ചു, പാർട്ടിന്റെ വിളിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ടും ഒരു ആശങ്കയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാവുമ്പോൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു.